എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി കിരൺ. മെൽറ്റ് ആൻഡ് പോർ സോപ്പ് മേക്കിങ്ങിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 100 ഗ്രാമിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ സോപ്പ് ബേസ് കൂടുതലായിട്ട് എടുക്കുക. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് മേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ സോപ്പ് ബേസ് പ്രോഡക്റ്റ് വേസ്റ്റായി പോവും. ഫൈനൽ സോപ്പിൽ ആ ഒരു വെയിറ്റിൻ്റെ കുറവ് വരും. അപ്പം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും സോപ്പ് ബേസ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുക എന്നുള്ളത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഈ കൂടുതലായിട്ട് എടുക്കുന്ന ബേസ്, അതായത് നമ്മൾ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് പോകുന്ന ബേസ് എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം, ഞാനത് എങ്ങനെ റീയൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ സോപ്പും ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ സ്ക്രാപ്പ് വരുന്നത് ഞാൻ ഇതുപോലൊരു കണ്ടെയ്നറിൽ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം അതിന് ഞാൻ കുറച്ച് നമ്മുടെ സോപ്പിന് വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോപ്പ് ബേസ് കൃത്യമായിട്ടൊരു അളവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഞാനൊരു 120 ഗ്രാം 125 ഗ്രാം സോപ്പ് ബേസ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസും പിന്നെ ഏതെങ്കിലും ഒരു കളറും. ഞാനൊരു ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. ഫ്രാഗ്രൻസ് എടുത്തിട്ടുള്ളത് ലാവെൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ സ്ക്രാപ്പിനെ ഈ മോൾഡിലോട്ട് ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് തന്നെ നമുക്കിത് ഇതിൻ്റെ അകത്ത് ഈ ഒരു 2 കാവിറ്റിയിൽ വെതറിയിട്ട് നോക്കാം. വേണമെങ്കിൽ നമുക്ക് 3 കാവിറ്റി ആക്കാം. ഇത് ഞങ്ങളുടെ ഒരുപാട് സോപ്പുകളുടെ സ്ക്രാപ്പ് ഉണ്ട്. അലോവേര ഉണ്ട്, പിയേഴ്സ് ഉണ്ട്, ചാർക്കോൾ ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോപ്പിൻ്റെ സ്ക്രാപ്പ് ഉണ്ട്. 2 കാവിറ്റി ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം അതിനും കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ട് 3 കാവിറ്റിയിലോട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സ്ക്രാപ്പിനെ ഞാൻ മോൾഡിൽ ഇങ്ങനെ 3 കാവിറ്റി ആയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബേസിനെ മെൽറ്റ് ചെയ്ത് ഫ്രാഗ്രൻസും കളറും ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ടുള്ള വെള്ളം അവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ബേസിനെ മെൽറ്റ് ചെയ്യാം. നമ്മുടെ ബേസ് ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഫ്രാഗ്രൻസും കളറും ആഡ് ചെയ്യാണ്. സ്റ്റവ് ഓഫ് ചെയ്തു. ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ഡ്രോപ്പ് കൊടുത്ത് നോക്കാം. ഒരു ചെറിയ ഡ്രോപ്പിൽ തന്നെ നമുക്ക് ഇത്രയും കളർ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഫ്രാഗ്രൻസ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ബേസ് 125 ഗ്രാം ആണ്. അപ്പോൾ ഒരു 1.5 ml ഒക്കെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ബേസ് 125 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി സോപ്പിൻ്റെ പീസസ് ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു വെയിറ്റ് നമ്മൾ ഫ്രാഗ്രൻസ് ഒക്കെ ഒഴിക്കുമ്പോൾ കണക്കാക്കി എടുക്കേണ്ടതില്ല. 1.5 ഗ്രാമിൻ്റെ അടുത്തുള്ള ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. 1 hourന് ശേഷം ഇത് സെറ്റായതിന് ശേഷം നമുക്ക് നോക്കാം. 1 hourന് ശേഷം നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാം.
സോപ്പിന്റെ സ്ക്രാപ്പിനെ എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.